വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 39 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇന്നു മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണല്ലോ. രാവിലെ 11 മണിയോടെ നിരാഹാര സമരം ആരംഭിക്കും. അതേസമയം ആശമാർ ഉന്നയിച്ച വിഷയങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ജി നാഥ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇന്നലെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു എങ്കിലും ചർച്ച പരാജയമായിരുന്നു. NHM ഡയറക്ടർ പറഞ്ഞത് സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണെന്നാണ് അവർ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പങ്കുവച്ചതും. ആ സ്ഥിതിക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാനായി ഇവിടെ നിന്നും വീണ ജോർജ് പുറപ്പെട്ടിട്ടുള്ളത്? മാത്രമല്ല, ഇവരുമായി യാതൊരു ചർച്ചയ്ക്കും മന്ത്രി വീണ ജോർജ് തയ്യാറായിരുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യങ്ങൾ ഒതുക്കി തീർക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. പിന്നെ എന്ത് കാരണങ്ങളാണ് അവിടെ പോയി അവതരിപ്പിക്കുക? ഇന്നലെ രണ്ട് ഘട്ട ചർച്ചയാണ് നടന്നത്. ഒന്ന് NHMവുമായി ബന്ധപ്പെട്ട ചർച്ചയും മറ്റൊന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയും. രണ്ട് ചർച്ചയിലും സമരം അവസാനിപ്പിക്കണം എന്ന് പല രീതിയിൽ പലതരത്തിൽ പറഞ്ഞതല്ലാതെ ഇവർ പറഞ്ഞ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കൃത്യമായി അറിയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇതിന് മറുപടിയും ആരോപണങ്ങളുമായി വന്നത് കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് ജോലിഭാരമില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന, അത് വലിയ പ്രകോപനപരമായി ഇവർ എടുക്കുന്നുണ്ട്. അതിന് മറുപടിയും നൽകിയിട്ടുണ്ട് ഇന്നലെ ഉടനീളം. അപ്പോൾ എന്തായാലും മോദി പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഈ 39 ദിവസമായി ഇവർ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ല. എൻ്റെ ആശാപ്രവർത്തകർ സമരം ഇരിക്കരുത് എന്നുള്ളത് മാത്രമാണ് വീണ ജോർജ് പറഞ്ഞത്. NHMവുമായി നടത്തിയ ചർച്ചയിൽ കുറച്ചുകൂടി കടന്നുകൊണ്ട് ഇത് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 7,000 രൂപയാണ്. 21,000 രൂപയിലേക്ക് പോകുമ്പോൾ അത് ഒരു വലിയ വർധനയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇടപെടണമെന്നാണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടം മുതൽ പറയുന്നത്. ആ സമയത്ത് എന്നാൽ ഓണറേറിയം എത്ര വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു തുക പറയാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് ചർച്ചയിൽ നിലപാടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുഭാവപൂർണമായ ഒരു വാക്കും അല്ലെങ്കിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് സമരം ഒരുപക്ഷെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം രണ്ട് ചർച്ചകളാണ് ഇതിലുണ്ടായത്. ഒന്ന് 15ാം ദിവസമാണ്. 15ാം ദിവസം ഒരു കുടുംബ സംഗമത്തിലേക്ക് സമരം പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഒരു ചർച്ച വരുന്നത്. ഇന്നലെ നോക്കൂ, നിരാഹാര സമരം ഇന്ന് തുടങ്ങുകയാണ്. ആ ഘട്ടത്തിൽ മറ്റൊരു ചർച്ച വരുന്നു. ഇത്തരത്തിൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് ചർച്ചകൾ വരുന്നത് എന്ന് പറയുമ്പോൾ എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കാരണം ചർച്ചകൾ തീരുമാനമുണ്ടാകാത്തപ്പോൾ അത് ഒരു പരിധിവരെ കേൾക്കുന്നവർക്ക്, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. 3 പേരാണ്, MA ബിന്ദു ഉൾപ്പെടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേരാണ് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. ചേച്ചി, നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണല്ലേ? ആരൊക്കെയാണ് ചേച്ചി നിരാഹാര സമരം? ഇതിന്റെ ജനറൽ സെക്രട്ടറി, സംഘടനയുടെ ജനറൽ സെക്രട്ടറി MA ബിന്ദു, പിന്നെ ഷീജ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പിന്നെ തങ്കമണി. ഇവരാണ് 3 പേരാണ് കിടക്കുന്നത്. 11 മണിയാകുമ്പോഴാണ് അതിനു വേണ്ടിയുള്ള. ഇന്നലെ ചർച്ചയിൽ യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായില്ല, അനുകൂല തീരുമാനങ്ങളും ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. സാമ്പത്തികമില്ല, സമരം പിൻവലിക്കണം, അല്ല ഇവിടുന്ന് നിങ്ങൾ മാറണം. ഇവിടെ സമരം പിൻവലിക്കണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഇന്നലെ ചർച്ചയിൽ ഉയർന്നില്ലല്ലേ? ഇല്ല, വേറെ ഒന്നും തന്നെ അവർ പറയുന്നില്ല. അവർ ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചർച്ച തന്നെ എന്തിനായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇത് ആവർത്തിച്ച് പറയാനായിട്ട് നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. പിൻവലിക്കാനാണെങ്കിൽ അവർ പറയാതെ തന്നെ നമുക്ക് പിൻവലിച്ചിട്ട് പോകാമല്ലോ. അപ്പം നമ്മൾ വന്നതിനൊരു ലക്ഷ്യമുണ്ട്, നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ വീണ്ടും നേതാക്കന്മാർ നമ്മളെ അപഹസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പണം തന്ന് ഇരുത്തിയിരിക്കുകയാണെന്നും അല്ലെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കാനാണെന്നും. അത് അവർ തന്നെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. കാരണം ഈ 38 ദിവസമായിട്ട് അവർക്ക് ഈ വിഷയത്തിലൊരു എന്തെങ്കിലും ഒരു മിനിമം കാര്യങ്ങൾ പറയാൻ അവർ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് നമ്മൾ ആശമാർ ഇത് ഈ സമരം നടത്തുന്ന ഒരു നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് നിർബന്ധ ബുദ്ധിയാണെന്ന് അവർ പറഞ്ഞില്ല. അവരെന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കണ്ടേ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ന് ചെയ്യാൻ പറ്റും? ഒരു കാര്യം പറയാതെ അവർ നമ്മളോട് പറയുകയാണ് നമ്മൾ നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 40ാം ദിവസമാവുകയാണ്. അപ്പോൾ ആ നിരാഹാര സമരം എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ എത്തരത്തിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷ? സമരം മുന്നോട്ട് പോകുമ്പം കൂടുതൽ ശക്തമാവുന്നതാണ് ഇതുവരെയുള്ള നമ്മളുടെ അനുഭവം. കാരണം തുടങ്ങിയ അവസ്ഥയിലല്ല ഇപ്പോൾ ഈ 39ാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ആശമാരുടെയും പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇത് നേടിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നേടിയെടുക്കുന്നിടത്തോളം നമ്മൾ മുന്നോട്ട് പോകും.
ചേച്ചി ആദ്യ ദിവസം മുതൽ ഇവിടെ കാണുകയാണ്. അപ്പോൾ നമ്മൾ പല പ്രതിസന്ധികൾ കടന്നു വന്നു. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നിരാഹാരം, ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് കൂട്ടത്തിലുള്ളവർ സമരം ചെയ്യുന്നത്. പ്രതീക്ഷയുണ്ടോ അതിന് മുന്നോട്ട് പോകും? പ്രതീക്ഷയുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കും. ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കും, ഞങ്ങളുടെ പരിഹാരം കാണും എന്നുള്ള നല്ല പ്രതീക്ഷ. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായി. ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്കിപ്പം തോന്നുന്നത്. ഈ 39 ദിവസം കൊണ്ട് ഈ തെരുവിൽ കിടന്ന് ഞങ്ങൾ മഴയും വെയിലും ചൂടും എല്ലാം അനുഭവിച്ചിട്ട് ആരോഗ്യമന്ത്രിയുടെ കണ്ണ് മാത്രം തുറക്കുന്നില്ല. എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ആശാമാരോട് ഇത്ര അവഗണനയാണ്. കൊറോണ സമയത്ത് വന്ന് മാലാകമാരായിരുന്ന ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ട. അതെന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് എന്തോന്ന് സാമ്പത്തിക ബാധ്യത? ആശമാരും വരുത്തി വെച്ച സാമ്പത്തിക ബാധ്യതയല്ലോ. ഈ നവകേരള സദസ്സ് നടത്തി എന്തോ പ്രയോജനം ഉണ്ടായി? ഈ ആഡംബരം കാണിക്കുന്നു. ആ ആഡംബരം എല്ലാം കുറച്ചിട്ട് ആശമാരുടെ കാര്യം അവർ നോക്കട്ടെ. ഞങ്ങളുടെ അവകാശങ്ങൾ തന്നല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകാൻ പറയുന്നു. ഞങ്ങൾ 18 വർഷക്കാലം ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പണിയെടുത്തിട്ട് വെറും കൈയോടെ ഞങ്ങൾ എങ്ങനെ മടങ്ങിപ്പോകും? ഞങ്ങൾക്ക് കാല് വയ്യ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇനി വേറൊരു പണിക്ക് പോകാൻ പറ്റുന്നില്ല. തൊഴിലുറപ്പാർക്ക് ഒരു 345 രൂപ കൊടുക്കണം. ഈ 232 രൂപ കൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് കഴിയാൻ പറ്റും? അവർ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്ന ആ കാശ് മതിയല്ലോ ഞങ്ങൾക്ക് തരാനുള്ളത്. അതായത് ഈ പറയുന്നത് പോലെ ഇനി സമരം മുന്നോട്ട് പോകുമ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളിടയിലാണ് നിരാഹാര സമരത്തിലേക്ക് പോലും കിടക്കുന്നത്. മരിക്കേണ്ടി വന്നാൽ പോലും നിരാഹാരം കിടന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ ഇവിടെ നിന്ന് നേടിയെടുത്തിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. അതുതന്നെയാണ് ഒന്നാം ദിവസം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, അത് അംഗീകരിച്ചേ മതിയാകൂ എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതിനിടയിൽ 2 ചർച്ചകളുണ്ടായി. ചർച്ചയിലൊന്നും സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിനപ്പുറത്തേക്ക് മറ്റൊരു ഉറപ്പും മറ്റൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല. പ്രഖ്യാപനങ്ങൾ അഡ്രസ് ചെയ്യാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ അതിനിടയ്ക്കാണ് ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത്.